പല ഇന്ത്യക്കാർക്കും ഒരു കാലത്ത് അമേരിക്ക അത്യന്തിക ലക്ഷ്യസ്ഥാനമായിരുന്നു. എന്നാൽ വളർന്നു വരുന്ന ഒരു കൂട്ടം ഇന്ത്യക്കാർക്ക് അമേരിക്കൻ സ്വപ്നം ഇപ്പോൾ പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സമീപകാലത്തെ സർവേകൾ അല്ലെങ്കിൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കാർണഗി എൻഡോവ്മെന്റിൽ നിന്നുള്ള ഒരു സർവേ കാണിക്കുന്നത് അമേരിക്കയിലെ ഇന്ത്യക്കാർ കൂടുതൽ ആശങ്കാകുലരാകുന്നു എന്നാണ്. പലപ്പോഴും ഇപ്പോൾ അമേരിക്ക വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ ഇന്ത്യക്കാർ തന്നെ പറയുന്നത്. അത് അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ തന്നെ പറയുന്നത്. യു ഗവർണൊപ്പം നടത്തിയ സർവേയിൽ പ്രതികരിച്ച 1000 പേരിൽ ഏകദേശം 40% ഇന്ത്യൻ അമേരിക്കക്കാർ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ മിശ്രിതം കാരണം കുടിയേറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തുന്നത്. പ്രതികരിച്ചവരിൽ 14% പേർ തങ്ങൾ അമേരിക്ക വിടുന്നതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായും പറയപ്പെടുന്നുണ്ട്. അതേസമയം 26% പേർ ഇടയ്ക്കിടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അമേരിക്ക വിടുന്നതിനെക്കുറിച്ചുള്ള പ്രധാന കാരണമായി ഏറ്റവും കൂടുതൽ പേർ പറയുന്നത് US രാഷ്ട്രത്തോടുള്ള നിരാശയാണ്. പ്രതികരിച്ചവരിൽ 10ൽ 6 പേർ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. കാരണം ട്രംപിന്റെ അവിടുത്തെ ഭരണം നല്ല രീതിയിലല്ല പോകുന്നതെന്നാണ് ഈ ജനങ്ങൾ തന്നെ പറയുന്നത്. ജീവിത ചെലവ്, വ്യക്തിഗത സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം പലരും US വിടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ വംശജരായ 5.2 ദശലക്ഷത്തിലധികം ആളുകളാണ് അമേരിക്കയിൽ താമസിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേമിലുള്ള വ്യാപകമായ അതൃപ്തി US രാഷ്ട്രത്തോടുള്ള നിരാശയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. സാമ്പത്തികം, കുടിയേറ്റം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി ഇഷ്ടപ്പെടില്ല എന്ന് ഇത്തരം ജനങ്ങൾ തന്നെ, അതായത് ട്രംപിന്റെ ഓരോ രീതികളും, അതായത് ട്രംപ് അമേരിക്കയിൽ ഒരു യുദ്ധ കൊതിനായിട്ട് ഇരിക്കുന്തോറും അവിടെ ഒരു സമാധാനം ഉണ്ടാകില്ല എന്നാണ് 71% ജനങ്ങളും പറയുന്നത്. US ഇന്ത്യ ബന്ധങ്ങളെക്കുറിച്ച് ചില വിമർശനങ്ങളുമുണ്ട്. പക്ഷേ വിദേശ നയം മിക്ക ആളുകൾക്കും ഒരു വലിയ പ്രശ്നമല്ല. പകരം ആഭ്യന്തര രാഷ്ട്രീയവും ബഹിഷ്കരണ നയവും തങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. അമേരിക്കക്കാർക്ക് വേണ്ടിയെന്ന് ഊന്നി പറയുന്ന ഒരു വാചകം ഇന്ത്യൻ അമേരിക്കക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റ സമൂഹങ്ങളെ തങ്ങളുടേതല്ല എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. വിവേചനത്തിന്റെയും സാമൂഹ്യ അശാന്തിയുടെയും വർദ്ധിച്ചു വരുന്ന ബോധവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2020 മുതൽ നേരിട്ടുള്ള ആക്രമണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടില്ല. പക്ഷേ ആളുകൾ ദൈനംദിന പക്ഷപാതത്തെക്കുറിച്ച് കൂടുതൽ ആശങ്കാകുലരാണെന്ന്, പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഓൺലൈനിലും പലരും തങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയെന്നും ചില സംഭാഷണങ്ങൾ ഒഴിവാക്കിയെന്നും പൊതുസ്ഥലങ്ങളിൽ സുരക്ഷിതത്വം കുറഞ്ഞുവെന്നും പറയുന്നുണ്ട്. ആദ്യ തലമുറയിലെ കുടിയേറ്റക്കാരും പൗരന്മാർ അല്ലാത്തവരും ധാരാളമുള്ള ഒരു സമൂഹത്തിന് ചെറുതെങ്കിലും സ്ഥിരമായ ഈ അസ്വസ്ഥതയാണ് അവർ രാജ്യം വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. സാമ്പത്തിക സമ്മർദ്ദങ്ങളാണ് മറ്റൊരു പ്രധാന ഘടകം. US പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങൾ അതോടൊപ്പം തന്നെ ടെക് ഹബ്ബുകളിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് പല മധ്യവർഗ കുടുംബാംഗങ്ങൾക്കും ദീർഘകാല സെറ്റിൽമെന്റുകൾ ലാഭകരമല്ലാതെ ആയി മാറുന്നു. പണപ്പെരുപ്പും തൊഴിൽ സുരക്ഷയുമാണ് പ്രധാന ആശങ്കകളിൽ ഉൾപ്പെടുന്നതെന്നാണ് പ്രതികരിച്ചവരിൽ 21%, 17% പേരും യഥാക്രമം ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. സാമ്പത്തിക സമ്മർദ്ദം രാജ്യത്ത് ഇന്ത്യൻ അമേരിക്കക്കാർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയെ മാറ്റുകയാണ്. ഒരു കുട്ടിയെ വളർത്തുന്നതിനുള്ള ചെലവ് ഇപ്പോൾ $3 ലക്ഷം കൂടുതലാണ്. കൂടാതെ സാൻ ഫ്രാൻസിസ്കോ, സിയാറ്റിൽ, ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളിൽ കിടപ്പുമുറി അപ്പാർട്ട്മെന്റിന്റെ വാടക $300 മുതൽ അങ്ങനെ ഒരു $5000 വരെ പോകുന്നു എന്നാണ് പറയുന്നത്. US എമിഗ്രേഷൻ സംവിധാനവും മറ്റൊരു കാരണമാണ്. ദീർഘകാല വിസ, അതോടൊപ്പം തന്നെ ഗ്രീൻ കാർഡ് കാലതാമസങ്ങൾ, നയ അനിശ്ചിതത്വങ്ങൾ എന്നിവ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു വലിയ ഭാഗത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നാണ് സർവേയിൽ ഭൂരിഭാഗം ഇന്ത്യക്കാരും വ്യക്തമാക്കിയത്. അതായത് അമേരിക്കയിൽ താമസിക്കുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരും വ്യക്തമായി പറയുന്നത്.